പിന്നെ കിട്ടുന്നത് ഞങ്ങൾക്ക് ദുരന്തം നടന്നതിൻ്റെ അന്ന് രാത്രിയാണ്, പിറ്റേന്ന് രാത്രിയാണ് കിട്ടുന്നത്. സാറിൻ്റെ അവിടുന്ന് ഞങ്ങളിവിടുന്ന് റെസ്ക്യൂ ചെയ്യുന്ന വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റയിൽ. അപ്പോൾ ഇങ്ങനെ വിചാരിച്ചിരുന്നു ഇതിനൊന്ന് കിട്ടിയിരുന്നെങ്കിൽ എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് രാത്രിയാണെങ്കിൽ ഞാൻ അവിടെ റൂമിലേക്ക് പോകുന്ന സമയത്ത് വണ്ടീൻ്റെ അവിടുന്ന് സൗണ്ട് കേട്ട് ഞങ്ങളുടെ ബഷീർ സാറിൻ്റെ വണ്ടിയിൽ വന്നതാണ്. അപ്പോൾ പിന്നെ അതിന് ഫുള്ള് മണ്ണിൽ പൊതിഞ്ഞ് കിടക്കുകയായിരുന്നു. മണ്ണൊക്കെ ഉണ്ടായിരുന്നു, വാലിൽ ഫുള്ള് മണ്ണുണ്ടായിരുന്നു. അതൊക്കെ തുടച്ച് മാറ്റി പിന്നെ ഫുഡൊക്കെ കൊടുത്ത് അന്ന് ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു. ഫുഡൊക്കെ കൊടുത്തിപ്പോൾ നല്ല ഇണങ്ങി നിൽക്കുന്നുണ്ട്. ഇപ്പോൾ കുറച്ച് പേടിയൊക്കെ കുറഞ്ഞിട്ടുണ്ട്. ആദ്യമൊക്കെ നല്ല പേടിയുണ്ടായിരുന്നു. പരിക്കൊന്നുമില്ല, ഹെൽത്തിയാണ്. വീട്ടിൽ വളർത്തിയ പൂച്ചയാണെന്ന് തോന്നുന്നുണ്ടോ? വീട്ടിൽ അതെ നന്നായിട്ട് നമ്മൾ അവരുടെ ഫാമിലി ചിലപ്പോൾ നന്നായിട്ട് നോക്കിയിട്ടുണ്ടാവും. ഇതേപോലെ നല്ല പെറ്റ് ചെയ്ത് വളർത്തിയാന്ന് തോന്നുന്നു. കാരണം ഇപ്പോൾ ഞാൻ അങ്ങനെ പിടിക്കുമ്പോൾ തന്നെ ഭയങ്കര കംഫർട്ടായിട്ട് ഇരിക്കുന്നുണ്ട്. അതെ, വീട്ടിൽ പൂച്ചയുണ്ട്. ഇപ്പോൾ 3 പേരുണ്ടായിരുന്നു. പക്ഷെ ഒരു പൂച്ച ഇത് വരുന്നതിൻ്റെ അന്ന് തന്നെ മിസ്സിങ് ആയിരുന്നു. അതിൻ്റെ പകരം ദൈവം തന്നെയാണ്. പേര് നൈല എന്നിട്ടിട്ടുണ്ട്. ഫുഡ് നമ്മൾ മീൻ കൊടുക്കാറുണ്ട്, പിന്നെ പാല് കൊടുക്കാറുണ്ട്. ആദ്യത്തെ ദിവസം കഴിച്ചില്ല. ആദ്യത്തെ ദിവസം കഴിക്കാനൊക്കെ ഭയങ്കര പേടിയായിരുന്നു. ഇത് പേടിച്ചിരിക്കുകയായിരുന്നു. ഇപ്പോൾ കഴിക്കുന്നുണ്ട്. ഇപ്പോൾ സമയത്തിൽ ഇങ്ങനെ കരയും, അപ്പോൾ നമ്മൾ കൊടുക്കും. അതെ നോൺ വെജാണ് താല്പര്യം. ഇപ്പോൾ ദുരന്തമുഖത്ത് പോയ സമയത്ത് അവിടെ ഇതേപോലെ കുറേ ഡോഗ്സൊക്കെ ഇങ്ങനെ അവരുടെ ഓണേഴ്സിനെ എങ്ങനെ തിരഞ്ഞ് നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കൊടുക്കുന്ന സമയത്താണെങ്കിലും അവരതൊന്നും കഴിക്കില്ല. അവരിങ്ങനെ തിരഞ്ഞ് നടക്കുന്ന ഒരു ദയനീയമായ കാഴ്ചയാണ് കാണുന്നത്. അപ്പം അതൊക്കെ ഇല്ല, നമ്മൾ കൊടുത്താലൊന്നും കഴിക്കില്ല. അവരിങ്ങനെ തിരഞ്ഞ് നടക്കുകയാണ്. ഇങ്ങനെ ആരെങ്കിലുമൊക്കെ വണ്ടിയൊക്കെ വരികയാണെങ്കിൽ അതിൻ്റെ പുറകെ ഓടിച്ചെല്ലുക, അങ്ങനെ ഒരു കാഴ്ചകൾ. ഞാൻ ഒരു ബിസ്ക്കറ്റ് കൊടുത്തു. അപ്പോൾ അവർ ഞങ്ങളുടെ കൂടെ പകുതി വരെ വന്നിട്ടുണ്ടായിരുന്നു, 2 പട്ടിക്കുട്ടികൾ. പക്ഷേ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവരെ കാണാനില്ല. അവർ എന്തോ തിരഞ്ഞ് അങ്ങനെ പോയി. പിന്നെ തിരിച്ചു വരുന്ന സമയത്ത് കണ്ടതെന്ന് വെച്ചാൽ 2 പേര് അതിനെ കൂട്ടിക്കൊണ്ട് പോകുന്നതാണ്. അപ്പോൾ അത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. എല്ലാം വീടുകളിൽ വളർത്തി തന്നെയാണ്. അവർക്ക് കഴുത്തിൽ ബെൽറ്റ് ഉണ്ട്, പിന്നെ എല്ലാം നല്ല ഡോഗ്സ് തന്നെയാണ്. നമ്മളിപ്പോൾ ആദ്യമായിട്ട് കാണുകയാണ് അങ്ങനെ ഒരു ദുരന്തമുഖം. മുമ്പ് എക്സ്പീരിയൻസ് ഒന്നുമില്ല, TV-യിലൊക്കെ കണ്ടിട്ടുള്ളതേ ഉള്ളൂ, പുത്തുമല ദുരന്തമൊക്കെ. ഇപ്പോൾ ഇങ്ങനെ നമ്മളിപ്പോൾ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസറാണല്ലോ. അപ്പോൾ അങ്ങനെ ഒരു രീതിയിൽ അവിടെ പോകുമ്പോഴത്തേക്ക് കുറേ ഡെഡ് ബോഡീസ് കാണുന്നു, പിന്നെ കുറേ പേര് രക്ഷിക്കുന്നൊക്കെ പറഞ്ഞ് ഇതാവുന്നു. നമ്മളിപ്പോൾ ഇവിടെ കോൾ വരുന്ന സമയത്ത് നടന്ന് കോൾ വരുന്ന സമയത്ത് ഞങ്ങളിവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് നമ്മൾ ഫോൺ കോളിൽ എല്ലാവരും കരയുകയാണ്, ഞങ്ങളെ രക്ഷിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് ഭയങ്കര സങ്കടം ഉണ്ട്.